ഈ കോൺക്രീറ്റും സ്റ്റീലും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൺസ്ട്രക്ഷനുകൾക്ക് ഒരു സോള് വേണം ആക്ച്വലി. അപ്പോൾ അതിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. ഇൻഡോർ ഗാർഡൻസ്, ട്രോപ്പിക്കൽ ഡിസൈൻസ്, വേർട്ടിക്കൽ ഗാർഡൻസ്, ഇതൊക്കെ. ഇന്ന് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേർട്ടിക്കൽ ഗാർഡൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കുറേ ചുമരുകളും മതിലുകളും ഒക്കെ പോലത്തെ സോളിഡ് സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുക എന്നതിന് പുറമെ ഈ നേച്ചറിനോടും ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനോടും ബാലൻസ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന ഓരോ സ്റ്റോറീസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുമ്പം അവിടെ ഈ വേർട്ടിക്കൽ ഗാർഡൻസിന് നല്ലൊരു റോളുണ്ട്. കാരണം ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യം വരുന്നില്ല ഇത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. ആർക്കിടെക്ചറിൻ്റെ ബ്യൂട്ടി കൂട്ടും എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും വാൾസ് ഇപ്പം നമുക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും വാൾസ് ഹൈഡ് ചെയ്യണം, പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒക്കെ കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും വേർട്ടിക്കൽ ഗാർഡൻസ് ഒരു നല്ല സൊല്യൂഷൻ ആയിരിക്കും. ഇതിലൂടെ മനുഷ്യന്മാർക്ക് പ്രകൃതിയായിട്ട് നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയും പ്ലാന്റ്സ് വേർട്ടിക്കലി ഒരു ഏരിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം അവിടെ എയർ സർക്കുലേഷൻ ഉണ്ടാവും, കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും, ബ്യൂട്ടി ഉണ്ടാവും, എസ്തെറ്റിക്സ് ഉണ്ടാവും, പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ടോട്ടലി നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്.